പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 2 കുട്ടികൾക്കും നാട് വിട ചൊല്ലുകയാണ്. സഹോദരങ്ങളായ ആൽഫ്രഡ്, എമിൽ, മരിയ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് വൈകിട്ട് നടക്കുക. അമ്മ എൽസിയുടെ നാടായ അട്ടപ്പാടി താവളത്തിലാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ KVM UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പ്രസാദ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രസാദ്, കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ നാടാകെ ഒഴുകി എത്തുകയാണ്. നാടിന് താങ്ങാൻ കഴിയാത്ത വലിയൊരു ദുരന്തമാണ് ഒരു കുടുംബത്തിന് സംഭവിച്ചത്. അച്ഛൻ്റെ മരണം, അതിന് തൊട്ടു പിന്നാലെ അമ്മയും കുട്ടികളും അപകടത്തിൽപ്പെടുന്നു. 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. എത്രത്തോളം വൈകാരികമാണ്? രതീഷെ, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദുഃഖകരമായൊരു സാഹചര്യമാണ് ഈ പുൽപ്പുള്ളിയിലെ KVM UP സ്കൂളിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ മുതൽ തന്നെ വന്നാണ് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും കണ്ണീരാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉണ്ടായിരുന്നു. അല്പം മുൻപാണ് കുട്ടികളുടെ പൊതുദർശനം കഴിഞ്ഞത്. അവർ കുറേ നേരമായിട്ട് ഈ കൂട്ടുകാരനെ അല്ലെങ്കിൽ സഹപാഠിയെ, ജൂനിയറായ വിദ്യാർത്ഥികളെ കാണാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. പൂവുമായിട്ട് വരുമ്പോൾ തന്നെ വിതുമ്പി പോകുന്നൊരു കാഴ്ച, കണ്ണിൽ കൂടെ കുടുകുടാ വെള്ളം ഒഴുകുന്നൊരു കാഴ്ച. അധ്യാപകർ, കുട്ടികൾക്കും ഉണ്ട് സങ്കടം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അധ്യാപകരാണ്. അവരാണ് പഠിപ്പിച്ചത്. അവരാണ് ക്ലാസ്സിന് പുറത്തും കളിക്കളത്തിലും എല്ലാം തന്നെ ഈ കുട്ടികളായിട്ട് കൂടുതൽ ഇടപഴകിയിരുന്നു. അവരുടെ സങ്കടമായിരുന്നു ഏറ്റവും നമ്മുടെ എല്ലാവരെയും നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ LKG മുതൽ 7ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ ഈ കുട്ടി. ഒരാൾ UKGയിലും മറ്റൊരാൾ 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഈ 2 കുട്ടികളും 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ എല്ലാവരെയും കണ്ണിലുണ്ണിയാകുവാൻ ചെറിയ കുട്ടികളതുകൊണ്ട് തന്നെ ഈ അവരുടെ സംഭാഷണങ്ങളും ചിരിയും കളിയും എല്ലാം തന്നെ ഏവരെയും ആകർഷിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു, ഈ എമിലിൻ്റെയും ആൽഫ്രണ്ടിൻ്റെയൊക്കെ സംഭാഷണങ്ങൾ വളരെ രസകരമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ആ കുട്ടികളെ. എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടമാണ്. ആ കുട്ടികൾ ഇല്ലാതാകുമ്പോൾ, അതും ഇത്തരമൊരു ദുരന്തത്തിൽ, കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഇല്ലാതായി എന്നുള്ളത് കാണാൻ വയ്യാത്ത ഒരു സങ്കട കാഴ്ചയാണ് ഇപ്പോൾ ഈ UP സ്കൂളിൽ കാണുന്നത്. കുട്ടികളുടെ പൊതുദർശനം വേദന എന്താണെന്ന് വെച്ചാൽ അമ്മ എൽസി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിലാണ്. അമ്മയെ കാണിച്ചിട്ട് കുട്ടികളെ സംസ്കരിക്കാമെന്ന് വിചാരിച്ച് 2 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചു. പക്ഷേ അമ്മ ഒരു തരത്തിലും മെച്ചപ്പെടുന്നില്ല, അമ്മയുടെ ആരോഗ്യം. അമ്മ കണ്ണു തുറക്കുമ്പോഴുള്ള കാര്യം ആലോചിക്കുമ്പോൾ അത്രയധികം വേദനയാണ്. എൽസിയും അതുപോലെ മുത്തശ്ശി ഡെയ്സിയും പെട്ടെന്ന് ചാടുന്നു. മൂത്ത കുട്ടിക്കും പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റി, അപകടം ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത്. പക്ഷേ ഈ 2 കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. LC വിളിച്ചു പറഞ്ഞിട്ടാണ് നാട്ടുകാർ മറ്റവരെല്ലാം എത്തിയിട്ടാണ് ഈ കുട്ടികളെ പുറത്തെടുത്തത്. അതാണ് LCയുടെ വിങ്ങലായിട്ട് ഇപ്പോഴും ഇടയ്ക്ക് കടന്നു വന്നപ്പോൾ ആശുപത്രിയിൽ നിന്നും മക്കൾ എവിടെയെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികൾ, ഇവർക്ക് ആർക്കും തന്നെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മരണങ്ങളുണ്ടാകും, അതെല്ലാം. പക്ഷേ ഈ ആർക്കും, ഈ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ ചേച്ചിക്കോ ഈ കുട്ടികളെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലുമല്ല. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അമ്മ ജോലി ചെയ്ത ആശുപത്രിയിലായിരുന്നു ഈ 2 കുട്ടികളെയും വെച്ചത്. പക്ഷേ അമ്മയും മുത്തശ്ശിയും ചേച്ചിയും എല്ലാം എറണാകുളത്തെ ആശുപത്രിയിലാണ് ചികിത്സയുള്ളത്. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം 2 ദിവസം കൂടി സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്നിട്ടും അവരുടെ ആരോഗ്യം തൃപ്തികരമായ നിലയിലേക്ക് വരാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് സംസ്കരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഏതാണ്ട് പൊതുദർശനം അവസാനിക്കാറായി. 5-10 മിനിറ്റ് കൊണ്ട് ഈ പൊതുദർശനം അവസാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ വീട് പുൽപ്പുള്ളി അത്തിക്കോടാണ്. അത്തിക്കോടിന്റെ ദേവാലയം എന്ന് പറയുന്നത് ചിറ്റൂരിലെ ഹോളി ഫാമിലിയാണ്. ചിറ്റൂർ ബോയ്സ് സ്കൂളിനടുത്ത്. അവിടെ ഒരു അരമണിക്കൂറോടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഡെയ്സിയുടെ അമ്മ, ഡെയ്സിയുടെ നാടായ അട്ടപ്പാടിയിലെ താവളത്തേക്ക് കൊണ്ടുപോകും. അവിടെ വീട്ടിൽ അധികം സൗകര്യം എത്താൻ തൊട്ടടുത്ത് തന്നെ ഹോളി ട്രിനിറ്റി ദേവാലയമുണ്ട്. അവിടെ കുറച്ച് നേരം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാകും 3:30-ക്ക് ശേഷമാകും സംസ്കാരം. കാരണം ഡെയ്സിയുടെ ഈ കുട്ടികളുടെ അച്ഛൻ മാർട്ടിൻ 1.5 മാസം മുൻപാണ് മരിച്ചത്. അദ്ദേഹത്തെ അടക്കിയത് അവിടെ താവളത്താണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെയും അവിടെ അടക്കണം എന്നൊരു ആഗ്രഹം മുത്തശ്ശിയും പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് താവളത്തേക്ക് കൊണ്ടുപോകുന്നത്. വളരെ സങ്കട കാഴ്ചയാണ്. ഈ കുറച്ച് കാലം മാത്രമായിട്ട് വാടകയ്ക്കാണ് ഇവിടെ ഈ പുൽപ്പുള്ളി അടുത്ത അത്തിക്കോട് ഇവർ താമസിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ, ഇത്രയും 3 കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും അടുത്ത വീടുകളിലാണ്. KVM UP സ്കൂളിലാണ് ഈ കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. നാട് മുഴുവൻ അവിടേക്ക് എത്തുകയാണ്. സഹപാഠികൾ, അധ്യാപകർ,